ആട് 3 മൂവിയുടെ ഒരു ചെറിയൊരു റിവ്യൂ പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് പടം പോരാ, അങ്ങനെയാണ് മറ്റാണ് മാടയാണ് കോടയാണ്, ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെ അത്രയും വന്നിട്ടില്ലെന്ന്. ഈ ഫസ്റ്റ് ആരെങ്കിലും ഈ തിയേറ്ററിൽ പോയി കണ്ടവന്മാരാണ് ഈ കിടന്ന് സംസാരിക്കുന്നത്. അറിയാൻ പറ്റുകൊണ്ട് നോക്കിയാൽ ഫസ്റ്റ് 2015 ഈ പറയുന്ന ടോറൻറ്റിൽ കൂടെ ഹിറ്റായ ഒരു സാധനമാണ്. ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കൂടുതലും പുറത്ത്. അന്ന് ഈ സമയത്ത് റീലും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കുറവായിരുന്നു. ഈ പറയുന്ന ടിക്ടോക്ക് വരുന്നതിന് മുമ്പായിരുന്നു. അത്യാവശ്യം ഈ ട്യൂണും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു ആ ഒരു ട്യൂൺ. കാരണം ഓരോരുത്തർക്കും അവർ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന ജയസൂര്യ ഓരോ സ്ഥലത്ത് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഷാജി പാപ്പ എന്ന് കിടന്ന് വിളിക്കുമ്പോൾ ജയസൂര്യ എന്താ വിചാരിക്കുന്നത്, പുള്ളിയെ കിടന്ന് കളിയാക്കുമായിരിക്കും. പക്ഷേ എവിടെ ചെന്നാലും ഷാജി പപ്പൻ ഇങ്ങനെ വിളിച്ച് അവസാനം അവരൊരു പ്ലാൻ ഇടുന്ന ആട് 2 ഇറക്കാന്നുള്ള രീതിയിലാണ്. അത് അത്യാവശ്യം വർക്കായിട്ടുണ്ടായിരുന്നു. തേർഡ് വേറെ രീതിയിലൊരു പരിപാടിയാണെന്ന് പറഞ്ഞ് അവരിറക്കിയത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ആട് 3 പാർട്ട് 1 ആണെന്നും പറഞ്ഞ് അവരിറക്കിയിരിക്കുന്നത്. ഇത് പാർട്ട് 2 കൂടെ കണ്ടാലേ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. എൻ്റെ പൊന്നു മക്കളെ, കൊടുത്ത പൈസ മുതലായിട്ടുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എന്തിനാ അതിനകത്ത് ആ സാധാരണ സേവൻ്റെ ഇൻട്രോ ഒന്ന് കാണണം. ഫസ്റ്റ് ഹാഫിൽ കൊടുത്ത പൈസ അവിടെ മുതലായി. ഞാൻ സീരിയസ്ലി ഞാൻ പറയണം, അത് കണ്ടവർക്ക് അത് മനസ്സിലാവും. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ഡൂഡിൻ്റെ ഒരു എൻട്രി ഉണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഡൂഡായിട്ട് വരുന്നൊരു സീനുണ്ട്. ഫസ്റ്റ് എൻട്രി കിളി പോകുന്ന ഒരു ഐറ്റമാണ് ആ സംഭവം. അത് കഴിയുമ്പോൾ രഞ്ജി പണിക്കണ്ട ആണെങ്കിൽ പോലും നമ്മളിത് കൈയടിച്ച് പോകുന്ന ആ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു 10-15 മിനിറ്റ് എടാ കൊടുത്ത പൈസ മുതലാണ്. ഇത് ഇവിടെ വന്നിട്ട് ഈ ആടിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ കഥ നോക്കേണ്ട ഒന്നും ഒരു ആവശ്യമില്ല. ആട് മൂവി എന്ന് പറഞ്ഞാൽ കഥയോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. നിങ്ങൾ ചുമ്മാ പോയി ഇത് കാണുക. ആ ഇൻട്രോ മാത്രം കണ്ടാൽ മതി. ആട് ഫസ്റ്റ് എങ്ങനെയാണ് കണ്ടത്, ആട് സെക്കൻഡ് എങ്ങനെയാണ്, ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ പോയാൽ മതി. കൊടുത്ത പൈസ മുതലാണ്. നിങ്ങൾക്ക് ഇരുന്ന് സന്തോഷിക്കണോ ചിരിക്കണോ പോവാം, ഫാമിലി ആയിട്ട് പോവാം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാനും നിൽക്കുന്നില്ല. കൊടുത്ത പൈസ മുതലാണ്.